എൻ്റെ പേര് ശിവൻ എന്നറിയപ്പെടുന്നു. രാമൻകുട്ടി എന്ന ഒറിജിനൽ പേര്. പിന്നെ ഇവിടെ ഞാൻ മോഡേൺ ഫാബ്സ് എന്ന ഇൻഡസ്ട്രിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 24-25 വർഷവും ഇതിൽ തുടങ്ങിയിട്ട്. ഞാൻ കുറച്ച് വർക്ക് ചെയ്തു, ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഒരു ഏകദേശം പണി പഠിച്ചതിന് ശേഷം ഇത് ചെയ്യാമെന്നുള്ളൊരു താല്പര്യം തോന്നി. ഞാനൊരു വർക്ക്ഷോപ്പ് എടുത്തിട്ടു. പിന്നെ അതുപോലെ നമ്മൾ വർക്ക്ഷോപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ഓണർ നമ്മളെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ വർക്ക്ഷോപ്പ് എടുത്തിട്ടു. പിന്നെ ചെറിയ ചെറിയ വർക്ക് ആദ്യമായിരുന്നു, പിന്നെ അപ്പോൾ വലിയ വർക്കും ചെറിയ വർക്കുമായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. മോഡേൺ ടൈപ്സിൽ ഈ മെയിൻ ഡ്രസ് വർക്കാണ്. പിന്നെ ഷട്ടർ, ഗേറ്റ്, ഗ്രില്ല്, എറക്ഷൻ വർക്ക്, ഈ വലിയ മെഷീനറികൾ കമ്പനിയുടെ ഉള്ളിലേക്ക് ലീഡ് ചെയ്യുക. പിന്നെ ചിമ്മിനി എന്നുള്ള ഐറ്റംസ് കയറ്റുക. അതൊക്കെ ഡെറി പോസ്റ്റ് ആയിരുന്നു ആദ്യം വെച്ച് കയറ്റി. ഇപ്പോൾ ക്രെയിൻ ഉണ്ടല്ലോ, സിമ്പിളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യം ഡ്രസ് വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഇൻഡസ്ട്രിയിലാണ് മെയിൻ. അതിൽ ആംഗിള്, ചാനല്, ഹൈ ബീം ഇതൊക്കെ വെച്ചിട്ട് ഫാബ്രിക്കേഷൻ ചെയ്ത് എർഷൻ ചെയ്യാനും കുറെ ആൾക്കാരിനെ വെച്ചിട്ട് ചെയ്യണം. ഇപ്പോ നേരെ മറിച്ച ഇപ്പൊ സ്ക്വയർ ട്യൂബ്, ആ GI കോട്ടിംഗ് ഉള്ള സ്ക്വയർ ട്യൂബ് കൊണ്ടാണ് ഇപ്പൊ അധികം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ പോലെ വർക്കോ റിസ്കോ അത്രയില്ല. ഇപ്പൊ സിമ്പിൾ പരിപാടിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ക്വയർ ട്യൂബിന്റെ GIന്റെ കോട്ടിംഗ് ഉള്ള ഇത് കൊണ്ടുവരുമ്പോൾ ഒരു നെല്ലിന്റെ മേലെയാണെങ്കിൽ ഒരു റേറ്റ്, പിന്നെ അതുമല്ല വർക്ക് കൂടുതൽ വരുന്നതാണെന്ന് വെച്ചാൽ കുറച്ച് കമ്മിയായിട്ടുള്ള റേറ്റ്. പിന്നെ ഡിസൈൻ അനുസരിച്ചിട്ടുണ്ടാവും ഓരോ വർക്കിനും. ഓട് ഇടുന്നതിന് ഒരു വർക്ക്, ഷീറ്റ് ഇടുന്നതിന് വർക്ക്. ഇപ്പോൾ ഷീറ്റ് ഇടുന്നതിലും പല മോഡലുകളാണല്ലോ. അതിന് ഓരോന്നിനും ഓരോ റേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ പർച്ചേസിന്റെ കൂടുതലാണെങ്കിലും നമ്മൾ വെളിയിൽ പോയിട്ട് കൂടുതൽ എടുത്തിട്ടും വരുന്നുണ്ട്. അടുത്ത വർക്ക് അതിന് ഒരു 3-4 ഇപ്പോൾ ഒരു ഓട്ടുവെയറിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. GI ട്യൂബ് കൊണ്ട് ഫാബ്രിക്കേഷൻ ചെയ്യുക, ഓട് ലേ ചെയ്ത് കൊടുക്കുക. 2-3 ഉണ്ട്. പിന്നെ ഒരു ടെന്നീസ് കോർട്ട് വന്നിട്ടുണ്ട്, അത് ചെന്നൈയിലാണ്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. തീർച്ചയായിട്ടും ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള പല ഭാഗങ്ങളിലെ ഒരു കോണ്ടാക്ട്, അത് പറഞ്ഞാൽ അവിടെ ചെയ്തിട്ടുള്ളവര് നമ്മളുടെ വർക്ക് കണ്ടിട്ട് നമ്മളുടെ നമ്പർ കൊടുക്കും. പിന്നെ അതുപോലെ മറ്റുള്ള ആൾക്കാരും പല എഞ്ചിനീയർമാരും നമ്മുടെ വർക്ക് കണ്ടിട്ട് നമ്മൾ വിളിക്കും. അങ്ങനെയാണ് അധികം വർക്ക് കിട്ടുന്നത്. ചോദിക്കാറുണ്ട്, നമ്മൾ വർക്ക് കണ്ട അഭിപ്രായം ചോദിക്കും. അവരെല്ലാം നല്ല അഭിപ്രായമാണ് ഇതുവരെ വന്നിട്ടുള്ളതും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വർക്ക് ചെറിയ തിരക്കാണ്. അതുകൊണ്ടാണ് ഈ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കാനും കാരണം. ഇപ്പൊ ഒരു 14 പേരുണ്ട്. കുറച്ച് കൂടുതൽ പേര് ഉണ്ടായിരുന്നതാണ്, കുറച്ച് ഒഴിവാക്കി. അത് പറഞ്ഞാൽ പണിന്റെ പ്രോസസ് കമ്മിയായതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആൾക്കാരിനെ മാത്രം നിർത്തി. അത് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവരിനെ ഒഴിവാക്കി. ഇപ്പോൾ 2-3 സൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കൂടുതൽ സൈറ്റും എടുക്കുന്നില്ല. അത് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെയല്ല, എനിക്കിപ്പോ ഇതിപ്പോ ഒരുവിധം കുഴപ്പമില്ല, മാന്യമായിട്ട് ജീവിതം കഴിഞ്ഞുകൊണ്ട് ചെറിയ മെച്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഈ വർക്കുകൾ കിട്ടി ഇങ്ങനെ പോയാലും ധാരാളം മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മയുണ്ട്, ഭാര്യ, മോൻ. മോള് PGക്ക് പഠിക്കണം, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. മോൻ ഡിഗ്രിക്ക് ചേരാൻ പോകുന്നു. ഡിസൈൻ ഒന്നുമില്ല, അവിടെ വലിയ ഹെവി സ്ട്രക്ചർ വർക്ക് വരുമ്പോൾ അവർ തന്നെ ഡിസൈൻ എഞ്ചിനീയറിന്റെ ഭാഗത്ത് നിന്ന് ഡ്രോയിങ് തരും. ആ ഡ്രോയിങ് നമ്മൾ നോക്കിയിട്ട് ചെറിയ മാറ്റങ്ങളിൽ നമ്മൾ തന്നെ ഡ്രോയിങ് ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ആ മെറ്റീരിയൽ അവർ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു തന്നിട്ട് ഫാബ്രിക്കേഷൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് നടത്തും. കാരണം എഞ്ചിനീയറും അത് നമ്മളും കൂടി ആ ടെസ്റ്റ് നടത്തി ക്ലിയർ ചെയ്ത് സംസാരിച്ച് ബാക്കി നോക്കിയതിന് ശേഷമേ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതെ, കഞ്ചിക്കോട് മേഖല ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അവിടെയാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തതും വർക്ക് പഠിച്ചതും അവിടെ നിന്നാണ്. ഇപ്പൊ കൂടുതൽ ഈ ഉള്ള ഏരിയയിൽ വീടുകളുടെ മേലെയുള്ള ഡിസൈൻ വർക്ക്, വീടിന്റെ ഫ്രണ്ടിലുള്ള മോഡലുകൾ വർക്ക്, ഓട്ടുവര, സിംഗിൾസ്, അങ്ങനെയുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനല്ല, നമ്മുടെ ഒരു ചെറുതായിട്ടുണ്ട്, അവിടെ അമ്പല കമ്മിറ്റി കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇത് ഈ ഫീൽഡ് കുഴപ്പമില്ല. അത് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് എടുക്കുമ്പോൾ ആ കാര്യങ്ങൾ സംസാരിച്ച് ശ്രദ്ധിച്ച് എടുത്തു എന്ന് വെച്ചാൽ അതിനുള്ള പണിക്കാരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക് കറക്റ്റായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരും കറക്റ്റാണ് വെച്ചാൽ അവർക്ക് ഈ വർക്ക് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, മുന്നേറ്റം ഉണ്ടാവുള്ളൂ. ബാംഗ്ലൂര്, തമിഴ്നാട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂർ ഓസൂര് പറഞ്ഞ സ്ഥലത്ത് വർക്ക് നടന്നുകൊണ്ട് ഒരു ഫാക്ടറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 2 ഓട്ടുവര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആഴ്ചയിൽ ഞാൻ അങ്ങനെ വെളിയിൽ വർക്ക് ആകുമ്പോൾ ഒരു ദിവസം ഞാൻ ഫുൾ ടൈം അവിടെ ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസം അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുത്തെ വർക്ക് നോക്കണമല്ലോ, കാരണം ഇവിടുത്തെ നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും കൊണ്ട് ഇവിടുത്തെ വർക്കും വിടാൻ പാടില്ല. അവിടെ വർക്ക് എടുത്തിട്ട് അവിടെ ഞാനൊരു വർക്കേഴ്സിനെയും മെയിൻ ഒരാളിനെ അവിടെ സൂപ്പർവൈസിങ്ങിനായി നിർത്തിയിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ കോമ്പറ്റീഷനേ ഉള്ളൂ. നമ്മളൊരു വർക്ക് ഒരു പൈസ പറയുമ്പോൾ മറ്റുള്ള കുറച്ച് പേര് ഈ വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വെറുതെ വെൽ സെറ്റ് സാധനങ്ങളോ എടുത്തിട്ട് കൂലി കിട്ടിയാൽ മതി എന്നുള്ള റേറ്റിൽ അവർ എടുത്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾക്ക് വരുന്നുണ്ട് വർക്ക് നമ്മൾക്ക് തന്നെ വരും.
ഇവിടെ പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങര എന്ന് പറയും, പോലീസ് ക്യാമ്പിന്റെ അടുത്ത് കല്ലമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മോഡേൺ ഫാബ്സ് എന്നാണ് കമ്പനിയുടെ പേര്.